ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ട്രെൻഡിങ് ആയ നല്ല കിടിലൻ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി നമ്മളിവിടെ തീ കത്തിക്കാണ്ട് ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, നോർമൽ മുളക് പൊടി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നുണ്ട്, നമ്മളിത് തീ കത്തിക്കേണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നല്ലപോലെ ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ടോ. ഈ മസാല നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളെ വെളിച്ചെണ്ണി മസാല എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ, ചതച്ചത്. ഇനി കുറച്ച് ചെറിയുള്ളി ചതച്ചെടുത്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ, അതിന് നല്ലൊരു ഫ്ലേവർ എല്ലാം കിട്ടും. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം തന്നെ തീ കത്തിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മസാല കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് തീ കത്തിച്ചത്. ഇപ്പോൾ നല്ലപോലെയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് അടുത്തായിട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് പുളിയുടെ വെള്ളമാണ് കേട്ടോ. പുളി പറഞ്ഞാൽ നമ്മൾ വാളംപുളിയാണ് എടുക്കുന്നത്, കുടംപുളി അല്ലേ. ആ പുളി നല്ലപോലെ പിഴിഞ്ഞതേ ഈ കാണുന്ന വെള്ളം നമ്മളൊക്കെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ആ പുളിവെള്ളത്തിൻ്റെ ഒപ്പം. അധികം വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ കേട്ടോ, അപ്പോൾ അത് കറിയായി മാറാൻ സാധ്യതയുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളൂ, വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്. ഇനി അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ അയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മത്തിയൊക്കെ വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മീൻ നല്ലപോലെ ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളെ മീനിൻ്റെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നിട്ട് മറച്ചിട്ട് വേവിക്കണം കേട്ടോ. നമ്മളിതിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയൊക്കെ ആയിട്ട്. അപ്പോൾ അതിപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്തു കേട്ടോ. നമ്മളിത് മറച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നുകൂടി അടച്ചു വെച്ചൊക്കെ വേവിക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. മസാലയിൽ നല്ലപോലെ ഇത് പുരട്ടിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേറെ പല മീനായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. നമ്മളെ കിടിലൻ വൈറലായ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടോ. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ ഒപ്പൊക്കെ കഴിക്കുകയാണെങ്കിൽ വേറെ കറിയോ ഐറ്റംസോ ഒന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു കമൻ്റ് ഇടുക. എന്തായാലും മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിതേ ഒരു മീൻ ഇങ്ങനെ എടുക്കണം കേട്ടോ ചോറിൻ്റെ ഒപ്പം. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, സംഭവം കണ്ട മസാല കണ്ട. നമുക്ക് അതിൻ്റെ ഒരു പീസ് കൊണ്ട് എടുക്കാം കേട്ടോ. എൻ്റെ പൊന്നോ, പീസും മസാലയും കൂടി കണ്ട മിക്സായിട്ട്. ഓ ഇടു സാധനം കേട്ടോ. ആ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ കുറച്ച് ചോറിൽ ഇതിങ്ങനെ കുഴയ്ക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കാം. കൂടി മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാ, കിടിലനാണ്, വേറെ ലെവൽ മസാല. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.